ഈ കഥ ആരംഭിക്കുന്നത് ലോസ് ഏഞ്ചലസിന്റെ ഔട്ട്സൈഡിലാണ്. ഒരു വലിയ കണ്ടെയ്നർ ഇപ്പോൾ ഒരു ട്രക്കിലേക്ക് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിറയെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അതൊക്കെ ലോഡ് ചെയ്തതിനു ശേഷം ഒരാളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ റിസീവ് ചെയ്യേണ്ട ആളെ ഫോണിൽ വിളിച്ചിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ട്രക്കിൽ സാധനം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, കണ്ടെയ്നറിന്റെ പുറത്തായിട്ട് റോഡ്ജേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇതാണ് ട്രക്കിന്റെ അടയാളം എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അതിനുശേഷം അവർ ആ ട്രക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് 3 കാറുകൾ ആ ട്രക്കിനെ ഫോളോ ചെയ്യുന്നത്. ഈ 3 കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി മോഡിഫൈ ചെയ്ത ഹോണ്ട സിവിക് കാറുകളാണ്. അങ്ങനെ 3 കാറുകളും ആ ട്രക്കിന് ഇപ്പൊ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 കാറുകൾ ഇപ്പോ ആ ട്രക്കിന്റെ നേരെ മുന്നിൽ വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഒരുത്തൻ ആ കാറിന്റെ സൺറൂഫ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ട്രക്കിൽ ആളില്ലാത്ത സീറ്റിന് നേരെ അവനൊരു റോപ്പ് ഷൂട്ട് ചെയ്യാണ്. അതിനുശേഷം ആ റോപ്പിൽ തൂങ്ങിയിട്ട് ആ ട്രക്കിന്റെ അകത്തേക്ക് കയറുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ട്രക്ക് ഡ്രൈവർ ഇടിച്ചു വീഴ്ത്താണ്. അതായത് ആ 3 സിവിക് കാറുകൾ ചേർന്ന് ആ ട്രക്കിനെ ഇപ്പൊ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഒരു നായകനെയാണ്. ഇവന്റെ പേരാണ് ബ്രയാൻ. ഹാരി എന്ന് പറയുന്ന ഒരാളുടെ വർക്ക്ഷോപ്പിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്. ഇവനൊരു കാർ കിട്ടിയിട്ടുണ്ട്. 1995 ഒരു മിസ്റ്റുബിഷി എക്ലിപ്സ് RS ആയിരുന്നു അത്. അവൻ അതിന്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹൈവേയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അവൻ ആ കാറിന്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സീനാണ് ഇപ്പൊ കാണിക്കുന്നത്. പക്ഷെ അവൻ കുറെയൊക്കെ നോക്കുമെങ്കിലും അവൻ വിചാരിച്ചത്ര സ്പീഡ് കൈവരിക്കാൻ ആ വണ്ടിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രയാൻ ആണെങ്കിൽ ശരിക്കും നിരാശയിലാണ്. അങ്ങനെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ നേരെ പോകുന്നത് ഒരു കോഫി ഷോപ്പിലേക്കാണ്. ഈ കോഫി ഷോപ്പ് നടത്തുന്നത് മിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവൻ കുറച്ച് ദിവസമായിട്ട് ആ കോഫി ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അതിന്റെ കാരണം അവന് മിയയെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് വളച്ചെടുക്കാൻ പറ്റുമോ എന്ന് അറിയാനാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഈ മിയയുടെ ബ്രദറായ ഡൊമിനിക്കും അവിടെ ഉണ്ട്. ഈ ഡൊമിനിക്കിനെ ഡോം എന്നാണ് വിളിക്കുന്നത്. ഇവനൊരു സ്ട്രീറ്റ് കാർ റേസറാണ്. ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊട്ടോറിയസ് റേസർ. ഈ ഒരു മേഖലയിൽ നല്ല പിടിപാടുള്ള ആളാണ്. ഇവനും ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ ചെന്ന ഉടനെ തന്നെ അവൻ എല്ലാ ദിവസവും ഓർഡർ ചെയ്യുന്ന ഫിഷ് തന്നെയാണ് ഇന്നും ഓർഡർ ചെയ്യുന്നത്. ഡോം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ തരികിട പരിപാടി ഒന്നും പുറത്തേക്ക് എടുക്കുന്നില്ല. കുറെ ദിവസങ്ങളായിട്ട് അവിടെ കറങ്ങുന്നോണ്ട് ഈ മേയും അവനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവക്കും അവനോട് ചെറിയൊരു ഇഷ്ടവുമുണ്ട്. ഈ സമയത്താണ് ഡോമിന്റെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നത്. ഈ ഡോമിന്റെ സന്തത സഹചാരികളാണ് ഈ 4 ഫ്രണ്ട്സും. ഈ കൂട്ടത്തിലുള്ള പെണ്ണിനെ കണ്ടോ? ഇവളുടെ പേര് ലെറ്റി എന്നാണ്. ഈ ഡോമിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ഇവള്. അങ്ങനെ അവര് കോഫി ഷോപ്പിന്റെ അടുത്തെത്തുമ്പോഴാണ് ഈ കൂട്ടത്തിലെ വിൻസ് എന്ന് പറയുന്ന ഒരുത്തൻ ബ്രയാനെ ശ്രദ്ധിക്കുന്നത്. അവൻ കുറച്ച് ദിവസമായിട്ട് അവിടെ കറങ്ങി നടക്കുകയാണ് എന്ന കാര്യം വിൻസിനും അറിയാം. ഈ വിൻസിനും മിയയോടൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രയാൻ അവളെങ്ങനെ വളച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വിൻസിന് അവന്റെ അടുത്ത് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ വിൻസ് ബ്രയാന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ഇങ്ങനെ തട്ടിക്കയറാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവൻ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അതിനാണ് വിൻസ് ഇങ്ങനെ ശ്രമിക്കുന്നത്. എന്നാൽ ബ്രയാൻ ആണെങ്കിൽ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെ അവൻ വലിയ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല. മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും അറിയാം ഹാരിയുടെ വർക്ക്ഷോപ്പിലാണ് ഈ ബ്രയാൻ ജോലി ചെയ്യുന്നതെന്ന്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിൻസും ബ്രയാനും തമ്മിൽ അടിപിടി കൂടാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ മിയ വേഗം തന്നെ ചെന്നിട്ട് ഡോമിനെ വിളിക്കുകയാണ്. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ, അവന്മാർ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ പിടിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ അവർ അടങ്ങത്തില്ല എന്നൊക്കെയാണ് മിയ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഡോം വേഗം വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം ബ്രയാൻ ആണെങ്കിൽ വിൻസിനെ ശരിക്കും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ഡോം വേഗം വന്നിട്ട് ബ്രയാൻ അങ്ങോട്ട് പിടിച്ച് മാറ്റുകയാണ്. അതിനുശേഷം ഡോം ബ്രയാന്റെ പേഴ്സാണ് ചെക്ക് ചെയ്യുന്നത്. നിന്റെ പേര് ബ്രയാൻ എന്നാണല്ലേ, നീ ആ ഹാരിയുടെ കൂടെയല്ലേ വർക്ക് ചെയ്യുന്നത്, ഇനി മേലാൽ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത് എന്നാണ് ഡോം പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്താണ് എന്റെ ദേഹത്തേക്ക് കയറുന്നത്, ഞാൻ അവനെ പ്രതിരോധിക്കാനല്ല ശ്രമിച്ചത്, ഇതൊരുമാതിരി ചെറ്റത്തരമാണ് നീ കാണിക്കുന്നത് എന്നൊക്കെയാണ് ബ്രയാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ ഇറക്കണ്ട, നിന്റെ ജോലി ഇന്ന് തന്നെ ഞാൻ തീർപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഡോം വേഗം തന്നെ കോഫി ഷോപ്പിന്റെ അകത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബ്രയാൻ ഹാരിയുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തി. ഈ സമയം ഹാരി ആണെങ്കിൽ ഡോമിന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ആ ബ്രയാൻ അവിടെ നിർത്തിയേക്കരുത്, ഇനിയും നിങ്ങൾ അവനെ ജോലിക്ക് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പിന്നെ ഒരു ഡീലും നടക്കത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോം ഇങ്ങനെ ഹാരിയെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലേക്കാണ് ബ്രയാൻ ഇപ്പൊ കയറി ചെല്ലുന്നത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ഹാരി ബ്രയാന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നോക്കൂ ബ്രയാൻ, ആ ഡോമിനെ പിണക്കി കഴിഞ്ഞാൽ എന്റെ ഇവിടുത്തെ ബിസിനസ് ഒന്നും നല്ല രീതിയിൽ നടക്കത്തില്ല. അവൻ ഫീൽഡിൽ ഉണ്ടായിരുന്ന സമയത്ത് പിള്ളേരുടെ ഒഴുക്കായിരുന്നു ഇങ്ങോട്ട്. അവന്റെ കയ്യിലുള്ളതെല്ലാം പിള്ളേർക്ക് വേണമായിരുന്നു. മാത്രമല്ല ഒരുപാട് പൈസ അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് കേൾക്കുക എന്നല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല എന്നാണ് ഹാരി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് അടങ്ങ്, ഇതൊക്കെ വെറും സില്ലി മാറ്ററാണ്, ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം, എനിക്കിപ്പോ വേണ്ടത് നോസ് ആണ്. ഈ നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ്, ഈ കാറിന്റെ സ്പീഡ് കൂട്ടുന്ന സാധനം. അവന്റെ കാറിന് വേഗത കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ആ നോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്, നിന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഇപ്പൊ തന്നെ ഓവർ സ്പീഡാണ്, അതിന്റെ ഇടയിൽ ഈ നോസും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ കാറ് കത്തി ചാമ്പലായി പോകത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് എടുക്കണ്ട എന്നാണ് ഹാരി പറയുന്നത്. എന്നാൽ അവൻ അയാൾ പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ന് രാത്രി എനിക്കൊരു റേസ് ഉണ്ട്, അതുകൊണ്ട് ഇതിലൊരു നോസ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്.
അങ്ങനെ സമയം രാത്രി ഒരു നോസൊക്കെ സെറ്റ് ചെയ്തിട്ട് അവൻ കാറുമായിട്ട് ആ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആ റേസിൽ പങ്കെടുക്കാൻ വേണ്ടി വേറെയും കുറെ കാറുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ഇത് ഇല്ലീഗലായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാരില്ലാത്ത സമയം നോക്കിയിട്ടാണ് അവർ ഈ റേസ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഈ റേസിൽ പങ്കെടുക്കുന്ന മറ്റൊരു മെയിൻ ആളുണ്ട്. ഇവന്റെ പേര് ഹെക്ടർ എന്നാണ്. ഈ ഒരു സമയത്താണ് ഹെക്ടറും ബ്രയാനും തമ്മിൽ പരിചയപ്പെടുന്നത്. ഇന്നത്തെ റേസിംഗിൽ ഡോമും പങ്കെടുക്കുന്നുണ്ട്. അവന്റെ കൂടെ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബ്രയാൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡോമും കൂട്ടരൊക്കെ അങ്ങോട്ട് എത്തി. ഡോമിന്റെ കാറ് ഒരു മസ്ദ RX-7 ആണ്. അങ്ങനെ ഡോം ഉടനെ തന്നെ ആ റേസിന്റെ കുറച്ച് നിയമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഒറ്റ റേസാണ് അവർ നടത്താൻ പോകുന്നത്. ജയിച്ച ആൾക്ക് $2000 കിട്ടും. അതാണ് ആ മത്സരത്തിന്റെ നിയമം. എന്നാൽ ഇന്നത്തെ ദിവസം ഹെക്ടർ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൈസ മൊത്തം അവൻ കയ്യിൽ പിടിക്കണം എന്നാണ് ഡോം പറയുന്നത്. ഹെക്ടർ ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ബ്രയാൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ പൈസയില്ല. അതിന് പകരമായിട്ട് എന്റെ കാറിന്റെ ബുക്കും പേപ്പറൊക്കെ ഞാൻ തരാം എന്നാണ് ബ്രയാൻ പറയുന്നത്. അവന്റെ ആ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് മേയും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ബുക്കും പേപ്പറിന്റെയും കാര്യം മാത്രമല്ല, അവനെങ്ങാനും ആ മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ ജയിച്ച ആൾക്ക് അവന്റെ കാറ് കൊടുക്കാം എന്നൊരു ഡീലും കൂടെ അവൻ വെക്കുന്നുണ്ട്. ഇനി അവനെങ്ങാനുമാണ് ജയിക്കുന്നതെങ്കിൽ പൈസ അവന് കൊടുക്കണം. മാത്രമല്ല എല്ലാവരും അവനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണം. ഇതാണ് അവൻ പറയുന്നത്. ബാക്കി എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആ റേസ് ആരംഭിക്കുകയാണ്. എന്നാൽ ആ നോസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രയാന്റെ കാറിന് തീ പിടിക്കാൻ തുടങ്ങി. എന്നാൽ ഡോം ആണെന്നുണ്ടെങ്കിൽ ആ കാറും കൊണ്ട് പറക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ബ്രയാൻ അവന്റെ വണ്ടി നിർത്തുന്നത്. ഭാഗ്യത്തിന് ആ കാറ് പൊട്ടിത്തെറിച്ചില്ല. അങ്ങനെ ആ റേസിംഗിൽ ഡോം തന്നെയാണ് വിജയിച്ചത്. അവൻ അവിടേക്ക് വന്ന് വണ്ടി നിർത്തിയ ഉടനെ തന്നെ ആൾക്കാരെല്ലാം അവനെ വന്ന് പൊതിയാൻ തുടങ്ങി. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ബ്രയാൻ അവന്റെ വണ്ടിയുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അവരവന്റെ കാറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് മൊത്തം പുകയാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ബ്രയാൻ അവിടെ ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. അത് കാണുമ്പോൾ നീ എന്ത് കണ്ടിട്ടാണ് ഈ ചിരിക്കുന്നത്? ടോം ചോദിക്കുന്നു. നീ അങ്ങനെ കൂടുതലായിട്ട് എന്നെ എഴുതി തള്ളൊന്നും വേണ്ട. ശരിക്കും ഞാൻ നിന്റെ ഒപ്പം എത്തിയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് ഭാഗ്യമില്ലാണ്ടായി പോയി എന്നാണ് അവൻ മറുപടി പറയുന്നത്. നീ എന്റെ ഒപ്പം എത്തിയെന്നോ? എന്താ പൊട്ടത്തര നീ പറയുന്നത്? 100 ഷോട്ടിന്റെ നോസ് വലിച്ചിട്ടും നീ കത്തിപ്പോവാഞ്ഞത് നിന്റെ ഭാഗ്യം. എന്നിട്ട് അവൻ എന്റെ കൂടെ എത്തിയത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ബ്രയാനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർക്കൊരു മെസ്സേജ് വരുന്നത്. അവർ റേസിംഗ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് ആ മെസ്സേജ് പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും അവിടെ നിന്ന് വേഗം തന്നെ എസ്കേപ്പ് ആവാൻ തുടങ്ങി. കുറേയേറെ പോലീസ് കാറുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവർക്കിടയിലൂടെ ബാക്കിയുള്ള കാറുകളൊക്കെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഡോം ആണെങ്കിൽ അവന്റെ കാറും കൊണ്ട് നേരെ പോകുന്നത് ഒരു ബിൽഡിങ്ങിന് മുകളിലേക്കാണ്. എന്നിട്ട് ആരും കാണാത്തൊരു സ്ഥലത്ത് അവൻ ആ കാറ് പാർക്ക് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു പോലീസ് കാർ അവന്റെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഡോം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി ഒരു സ്ട്രീറ്റിലെത്തുമ്പോഴാണ് പെട്ടെന്ന് ബ്രയാൻ അവന്റെ കാറുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവൻ ഡോമിനെ അവന്റെ കാറിന്റെ അകത്തേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരൊക്കെ അവരുടെ മുന്നിലൂടെ വരാൻ തുടങ്ങി. അതിന്റെ ഇടയിലൂടെ വളരെ ഈസി ആയിട്ടാണ് ബ്രയാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത്. അവന്റെ ആ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ കണ്ടിട്ട് ഡോം ആണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇവൻ അങ്ങനെ വെറുതെ തള്ളിക്കളയേണ്ട ആളല്ല എന്ന കാര്യം ഡോമിന് മനസ്സിലായി. അങ്ങനെ പോലീസുകാരൊക്കെ വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോഴാണ് ഡോം അവന്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്. എനിക്ക് ഇത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടും നീ ആയിരിക്കും എന്നെ രക്ഷിക്കാൻ വരിക എന്ന കാര്യം ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഡോം പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്ന മറ്റൊന്നും കൊണ്ടല്ല, നിന്റെ ആ ഇഷ്ടം അങ്ങോട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്ത എന്റെ ഈ കാറ് നിനക്ക് തരേണ്ടി വരത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത് എന്നാണ് ബ്രയാൻ പറയുന്നത്. അത് നടക്കത്തൊന്നുമില്ല മോനെ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുള്ളതാണ്. പക്ഷെ നമ്മൾ തമ്മിലുള്ള ബെറ്റ് പ്രകാരം ഈ കാർ നീ എനിക്ക് തന്നേ പറ്റൂ എന്നാണ് ഡോം പറയുന്നത്. അതേക്കുന്ന ബ്രയാൻ ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ സമയത്താണ് ഡോം മറ്റൊരു കാര്യം പറയുന്നത്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും നിന്റെ ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഒരു സ്ട്രീറ്റ് ഡ്രൈവർ ആണോ അതോ വണ്ടി മോഷ്ടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ എന്നാണ് ഡോം ചോദിക്കുന്നത്. 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇതിന്റെ പുറകെ ഞാൻ നടക്കാറില്ല എന്നാണ് ബ്രയാൻ അതിന് മറുപടി പറയുന്നത്. അതേക്കുമ്പോ അപ്പൊ നീ കാർ മോഷണത്തിന്റെ പേരിൽ 2 കൊല്ലം ജയിലിൽ കിടന്നതോ? ഡോം വീണ്ടും ചോദിക്കുന്നു. ആ ചോദ്യം ബ്രയാൻ അത്ര പ്രതീക്ഷിച്ചതല്ല. അവനിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ എന്റെ കൂടെ നടക്കുന്ന ജിസ്സിയെ നിനക്ക് അറിയത്തില്ലേ, അവനൊരു ഹാക്കറും കൂടെയാണ്. നിന്നെ കണ്ട അന്ന് തന്നെ നിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവൻ എടുത്തതാണ്, അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് എന്നാണ് ഡോം പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീയും ജയിലിൽ കടന്നിട്ടുണ്ടല്ലോ? ബ്രയാൻ തിരിച്ചു ചോദിക്കുന്നു. ശരിയാണ്, 2 കൊല്ലം ഞാനും ജയിലിൽ കിടന്നിട്ടുണ്ട്, പക്ഷെ ഇനി ഒരിക്കലും ഞാൻ ജയിലിൽ പോകത്തില്ല. അങ്ങനെ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കണം എന്നാണ് ഡോം അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു കൂട്ടം ആളുകൾ ബൈക്കിൽ അവരെ ഫോളോ ചെയ്ത് വരുന്നത്. ജോണി എന്ന് പറയുന്ന ഒരാളുടെ ടീമാണിത്. ഈ ഡോമും ജോണിയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവന്മാരെല്ലാവരും കൂടെ ഡോമിനെയും ബ്രയാനെയും കൊണ്ട് നേരെ പോകുന്നത് ജോണിയുടെ ഒരു സ്ഥാപനത്തിലേക്കാണ്. അമ്മമാരുടെ എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട്.
ഇതൊക്കെ കൊണ്ട് തന്നെ ഡോം ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെയാണ് അവിടെ നിൽക്കുന്നത്. ഈ സമയം ജോണി ഡോമിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ ഞാനും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ രണ്ടുപേരും വേറെ സ്ഥലങ്ങളിൽ നിന്നോളാന്ന്. എന്നിട്ട് നീ എന്താണ് അത് തെറ്റിച്ചത്? അത് കേൾക്കുമ്പോ ഓ സോറി, ഞങ്ങളോടൊന്ന് ക്ഷമിക്ക് എന്നാണ് ഡോം അതിന് മറുപടി പറയുന്നത്. ഈ സമയം ജോണി ആണെങ്കിൽ ബ്രയാന്റെ ആ കാറാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവന് ശരിക്കും ആ കാർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നിന്റെ ആണോ എന്ന് ബ്രയാന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഏയ് എന്റേതല്ല, ഞാൻ ഇത് ഡോമിന് കൊടുത്തതാണ് എന്നാണ് ബ്രയാൻ അതിന് മറുപടി പറയുന്നത്. എന്നാൽ ഡോം ആണെങ്കിൽ ഞാൻ ഇത് മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഡോമിന്റെ ആ മറുപടി കേട്ട് ബ്രയാൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഓ, അപ്പൊ ഇത് ഉടമസ്ഥനില്ലാത്ത കാറാണല്ലേ, പക്ഷെ നല്ലവണ്ണം കാശ് ഇറക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാണ്, നമുക്ക് ആ ഡെസേർട്ടിൽ വെച്ച് കാണാം. അവിടെ നടക്കാൻ പോകുന്ന റേസിൽ നീ ഉറപ്പായിട്ടും തോൽക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ജോണി അവന്റെ ടീമിനെയും കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. അവര് പോയി കഴിയുമ്പോൾ ബ്രയാൻ ഉടനെ തന്നെ ഡോമിന്റെ അടുത്ത് കാര്യങ്ങൾ ഇറക്കാൻ തുടങ്ങി. എന്താണ് ഇപ്പോൾ അവിടെ നടന്നത്, ഇവരൊക്കെ ആരാണ് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതൊരു നീണ്ട കഥയാണ് മോനെ, അതൊക്കെ ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞുതരാം, നമുക്കിപ്പോൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോവാം എന്നാണ് ഡോം പറയുന്നത്. പക്ഷെ അവർ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ആ ജോണിയും കൂട്ടരും വീണ്ടും അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത് ജോണി അവന്റെ ബ്രദറും മാത്രമാണ്. വന്ന ഉടനെ തന്നെ അവന്മാര് ബ്രയാന്റെ കാറിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടരെ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ കാറാണെങ്കിൽ കത്തിപ്പിടിക്കുകയാണ്. ജോണി അങ്ങനെ ചെയ്യാനുള്ള കാരണം അവൻ നേരത്തെ പറഞ്ഞ ആ ഡെസേർട്ട് റേസിംഗ് ഉണ്ടല്ലോ, അതിലെങ്ങാനും ഈ കാറ് വെച്ചിട്ട് ഡോം ജയിക്കുമെന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ അവർക്കിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടാണ് ജോണി അവന്റെ ബ്രദറും കൂടെ അവിടെ നിന്ന് പോകുന്നത്. ആ കാറിന്റെ അകത്ത് നോസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നടന്നു പോയേ പറ്റൂ. നടക്കുന്നതിനിടയിൽ ബ്രയാൻ വീണ്ടും ആ ജോണിയെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഓ അവനോ, അതൊരു ബിസിനസ് പൊളിഞ്ഞുപോയ കഥയാണ്. അതിന്റെ കൂടെ ഞാനും അവന്റെ പെങ്ങളും തമ്മിൽ ചെറിയൊരു റിലേഷനും ഉണ്ടായിരുന്നു. അതൊക്കെ കൂടെ ആയപ്പോൾ ആ ജോണിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായി. ഇതൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെയാണ് ഡോം പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ പോകുന്ന ഡോമിന്റെ വീട്ടിലേക്കാണ്. അവിടെ ഇപ്പോൾ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോം ബ്രയാനെയും ആ പാർട്ടിക്ക് വേണ്ടി അകത്തേക്ക് ക്ഷണിക്കുകയാണ്. വീട്ടിന്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ ഡോം നേരെ ചെല്ലുന്നത് വിൻസിന്റെ അടുത്തേക്കാണ്. നീയൊക്കെ എവിടെ പോയതായിരുന്നു എന്നാണ് ഡോം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവിടെ മൊത്തം പോലീസുകാരായിരുന്നു. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ മൊത്തത്തിൽ വളഞ്ഞത്. അതുകൊണ്ട് മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായത് എന്നാണ് വിൻസ് പറയുന്നത്. എന്നാൽ അവന്റെ ആ മറുപടിയിൽ ഡോമിന് അത്ര തൃപ്തിയൊന്നും വന്നിട്ടില്ല. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രയാൻ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ ബ്രയാൻ അങ്ങോട്ട് വന്നത് വിൻസിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഡോമിന്റെ അടുത്ത് തട്ടിക്കയറാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഒരൊറ്റ അക്ഷരം നീയൊന്നും മിണ്ടിയേക്കരുത്, ഇവനില്ലായിരുന്നെങ്കിൽ എന്നെ ആ പോലീസുകാർ പൊക്കിയാനെ, അതുകൊണ്ട് ഇനി ഇവനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് ഡോം അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ഒരു ബിയറൊക്കെ അടിച്ചതിന് ശേഷം ബ്രയാൻ അവിടുത്തെ ബാത്റൂമിന്റെ അകത്തേക്ക് പോയി കഴിയുമ്പോഴാണ് വിൻസ് വീണ്ടും ഡോമിന്റെ അടുത്തേക്ക് വരുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാണ് വിൻസ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിന്നെ അറിയാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ ആരോടും ചോദിച്ചിട്ടല്ല നിന്നെ എന്റെ കൂടെ കൂട്ടിയത് എന്നാണ് ഡോം പറയുന്നത്. അങ്ങനെ ബ്രയാൻ ബാത്റൂമിൽ നിന്ന് വന്നു കഴിയുമ്പോഴാണ് ഡോം അവന്റെ അടുത്ത് മറ്റൊരു കാര്യം പറയുന്നത്. ബ്രയാൻ, നീ ഒരു കാര്യം മറക്കരുത്, നിന്റെ കാർ എന്തായാലും കത്തിപ്പോയി, അതുകൊണ്ട് തന്നെ ഒരു 10 സെക്കൻഡ് കാർ നീ എനിക്ക് തരാനുണ്ട്, ആ കാര്യം എപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഡോം അവന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ചിട്ട് മുകളിലത്തെ നിലയിലേക്ക് പോവാണ്. ഈ 10 സെക്കൻഡ് കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡിനുള്ളിൽ ആ കാർ ഒരു 1/4 മൈൽ ദൂരം സഞ്ചരിക്കും, അതായത് ഒരു 500 മീറ്ററോളം. അങ്ങനെ ഒരു കാറാണ് ബ്രയാൻ ഇനി അവന് കൊടുക്കേണ്ടത്. അങ്ങനെ ഡോം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വിൻസ് ബ്രയാന്റെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് മിയ അങ്ങോട്ട് വന്നിട്ട് ബ്രയാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ബ്രയാൻ ഇപ്പോ അവന്റെ കാറിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2 പോലീസുകാർ അവന്റെ പുറകെ വരുന്നത്. അതിനുശേഷം അവന്റെ കാർ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് അവർ അവനെയും പിടിച്ച് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ഈ പടത്തിന്റെ ആദ്യത്തെ ട്വിസ്റ്റ്. ഈ ബ്രയാൻ എന്ന് പറയുന്നത് ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളല്ല, അവനൊരു പോലീസുകാരനാണ്. പക്ഷെ ഇപ്പോൾ അവനൊരു അണ്ടർ കവർ മിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ 3 കാറുകൾ ചേർന്നിട്ട് ഒരു കണ്ടെയ്നർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കേസ് ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്. ആരാണ് അത് ചെയ്തത് എന്ന് ഇതുവരെയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ അത് ചെയ്തത് ഈ സ്ട്രീറ്റ് കാർ റേസിംഗ് ഒക്കെ നടത്തുന്ന ആളുകളാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരെല്ലാവരും ഡോമിനെയും കൂട്ടരെയാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രയാൻ ഡോമിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ അവർ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ 2 മാസമായി ആ ഹൈജാക്കിംഗ് നടന്നിട്ട് 6 മില്യൺ വില വരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. ആ കേസിന്റെ ഒരു തുമ്പുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബ്രയാന് ഒരു ഡിറ്റക്റ്റീവിന്റെ ബാഡ്ജ് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അവർ അണ്ടർ കവറിൽ വെച്ചിരിക്കുന്നത്. അവർക്ക് പാകെ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് 3 ഹോണ്ട സിവിക് കാറുകളാണ് ആ ട്രക്കിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതെന്നാണ്. മാത്രമല്ല കാറിന്റെ അടിയിലായിട്ട് പച്ച നിയോൺ ലൈറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവർ ടയർ പാടുകളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മഷമോട്ടോ ഇസഡെക്സ് ടയറുകളാണ് ആ കാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്.
അതിൽ നിന്നാണ് സ്ട്രീറ്റ് റേസിംഗിലുള്ള ആരോ ആണ് ആ ട്രക്ക് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായത്. ഇതിപ്പോ കണ്ടുപിടിക്കാൻ പോലീസുകാർ ഇത്ര നിർബന്ധം പിടിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ട്രക്കുകാർ അവരുടെ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നിയമം കയ്യിലെടുക്കുന്ന പോലെയാവും. അതുകൊണ്ടാണ് ട്രക്കുകാർക്ക് കലി ഇളകുന്നതിന് മുമ്പ് പോലീസുകാർ അത് കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് തീരുമാനമായത്. അങ്ങനെ ആ ഡിസ്കഷനിടയിൽ ബ്രയാൻ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഒരു കാര്യം നമുക്കറിയാം, ഈ സ്ട്രീറ്റ് റേസിംഗ് എന്ന് പറയുന്നത് ഈ ഡൊമിനിക്കിന്റെ ചുറ്റും കറങ്ങുന്ന ഒരു ലോകമാണ്. പക്ഷേ ഡോമാണ് ഈ ട്രക്കുകൾ കൊള്ളയടിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു കൺഫർമേഷൻ പറയാൻ പറ്റത്തില്ല. പക്ഷെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അവൻ അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ വിശ്വസ്തത നേടുന്നത് വരെയുള്ള കുറച്ച് സമയം അത്രമാത്രം എനിക്ക് മതി എന്നൊക്കെയാണ് ബ്രയാൻ പറയുന്നത്. എന്നാൽ അധികം സമയം തരാൻ പറ്റത്തില്ല എന്നാണ് ആ പോലീസുകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ടാനർ എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ കൂടെ അവൻ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ സമയം ടാനർ ചോദിക്കുന്നത് ആ വർക്ക്ഷോപ്പിലെ ഹാരി ഉണ്ടല്ലോ അയാളുടെ കാര്യമാണ്. ഹാരി എങ്ങനെയാ നിന്നോട് സഹകരിക്കുന്നില്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും സഹകരിക്കുന്നുണ്ട്. അങ്ങനെ സഹകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മോഷണ സാധന കേസുകളുടെ പുറകെ പോകാനേ അയാൾക്ക് സമയം ഉണ്ടാവത്തുള്ളൂ എന്നാണ് ബ്രയാൻ പറയുന്നത്. അപ്പൊ ഡോമോ ഹാരിയും തമ്മിൽ എങ്ങനെയാണ്? ഓ അതോ, ഹാരിക്ക് ഈ ഡോമിന് ഭയങ്കര പേടിയാണ്. എന്നാലും ഡോമാണ് ഈ ട്രക്കുകൾ കൊള്ളയടിച്ചതെന്ന് അയാളും കരുതുന്നില്ല എന്നാണ് ബ്രയാൻ പറയുന്നത്. ഓക്കെ ബ്രയാൻ, പക്ഷെ നീ ആ ഡോമിനെ ശരിക്കൊന്ന് നിരീക്ഷിക്കണം. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാണ്. അവന്റെ സ്വഭാവം അത്ര നല്ലതാണെങ്കിൽ അവൻ ഒരാളെ തല്ലി കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കത്തില്ലായിരുന്നു. അതിന്റെ പേരിലാണ് അവൻ ജയിലിൽ കിടന്നത്. അതേക്കുമ്പോ ഇല്ല, ഞാൻ അവനെങ്ങനെ പരിഗണിക്കാതിരിക്കുന്നൊന്നുമില്ല, എന്റെ കണ്ണ് എപ്പോഴും ഡോമിന്റെ മേലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ട്രക്ക് കൊടുത്തിട്ട് ബ്രയാൻ വേഗം തന്നെ അവന്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ അവൻ പൊളിഞ്ഞ് പാളീസായിട്ടുള്ള ഒരു ടൊയോട്ട സുപ്ര കാറുമായിട്ടാണ് ഡോമിന്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നത്. അത് കാണുമ്പോൾ ഇതെന്ത് കുന്തമാണോ എന്നാണ് ഡോം ചോദിക്കുന്നത്. ഇത് നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് ഞാനൊരു 10 സെക്കൻഡ് കാർ തരാനുണ്ടല്ലോ, അതാണ് ഇത് എന്നാണ് ബ്രയാൻ പറയുന്നത്. ഈ കാറോ? ഇതും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഡോം വീണ്ടും ചോദിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഈ കാറിനെ കൊച്ചാക്കല്ലേ, ഇതിന്റെ ബോഡി മൊത്തം പോയിട്ടേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ എഞ്ചിനൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ എന്നാണ് ബ്രയാൻ പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ കാറ് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു കിടിലൻ എഞ്ചിനാണ് ആ കാറിനുള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇനി ആ എഞ്ചിനുകളും സാധനങ്ങളും വെച്ചിട്ട് അവർ മറ്റൊരു ബോഡി പണിതാൽ മതി. അത് ചെക്ക് ചെയ്തതിനു ശേഷം ജെസ്സി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $15,000 മുടക്കി കഴിഞ്ഞാൽ ഈ കാറിനെ നമുക്ക് പുലിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതേക്കുമ്പോൾ പൈസയുടെ കാര്യം ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ആ കണക്ക് നമുക്ക് ഹാരിയുടെ അക്കൗണ്ടിലിടാം. എന്നിട്ട് ഈ കാറൊക്കെ റെഡിയാക്കിയിട്ട് ഈ ബ്രയാനെ നമുക്ക് റേസിംഗിന് ഇറക്കാം. അങ്ങനെ വരുമ്പോൾ ആ കാശ് നമുക്ക് മുതലാവും. റേസ് വാർസ് എന്നൊരു റേസിംഗ് ഒരു ഡെസേർട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ വേണം ബ്രയാൻ പങ്കെടുക്കാൻ. പിന്നെ നിനക്ക് മറ്റൊരു ജോലിയും കൂടെ തരാം. ഹാരിയുടെ വർക്ക്ഷോപ്പിൽ ജോലി ഇല്ലാതിരിക്കുന്ന സമയം നീ ഈ വർക്ക്ഷോപ്പിലേക്ക് പോരെ, എന്നിട്ട് ഇവിടെ പണിയെടുത്തോ എന്നൊക്കെയാണ് ഡോം പറയുന്നത്. ബ്രയാൻ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമായി. അങ്ങനെ അവൻ ശരിക്കും ഇപ്പോൾ അവരുടെ ഗ്യാങ്ങിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കാറ് പണിയാനുള്ള സാധനങ്ങളൊക്കെ ജപ്പാനിൽ നിന്നാണ് അവർ വരുത്തുന്നത്. ജെസ്സി ഇപ്പോ ആ കാറിന്റെ ഡിസൈൻ എങ്ങനെയാണ് എന്നൊക്കെ അവന്റെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വരച്ചു കാണിക്കാൻ തുടങ്ങി. ബ്രയാൻ ആണെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നി ജെസ്സി, ഇത്രയും വിവരം ഉണ്ടായിട്ടാണോ നീ ഈ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്? നീ ആ MIT-ലൊക്കെയല്ലേ ജോലി ചെയ്യേണ്ടത് എന്നാണ് ബ്രയാൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ശരിയാണ്, പക്ഷെ ഇതിങ്ങനെ ഡിസൈൻ ചെയ്യാനും ഹാക്ക് ചെയ്യാനുള്ള കഴിവുകൾ മാത്രം ഉണ്ടായാൽ പോരല്ലോ, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ വേണ്ടേ? എനിക്ക് അധികം സമയം ഒരേ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാനൊന്നും പോവാഞ്ഞത് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മിയ ഇപ്പൊ പാത്രമൊക്കെ കഴിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ബ്രയാനും അങ്ങോട്ട് വരുന്നത്. അവളെ സഹായിക്കാൻ വേണ്ടി അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു ഡേറ്റിങ്ങിന് പോയാലോ എന്നൊക്കെ ബ്രയാൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഞാൻ എന്റെ ചേട്ടന്റെ കൂട്ടുകാരുടെ കൂടെ അങ്ങനെ ഡേറ്റിങ്ങിനൊന്നും പോവാറില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഈ സമയത്താണ് അടിച്ച് ഫിറ്റായിട്ട് നമ്മുടെ വിൻസ് അങ്ങോട്ട് വരുന്നത്. ഈ ഒരു അവസരത്തിൽ അവനും മേയെ ഒരു ഡേറ്റിങ്ങിന് വിളിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഇല്ല വിൻസ്, നിന്റെ കൂടെ ഡേറ്റിങ്ങിന് വരാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഈ ബ്രയാന്റെ കൂടെയാണ് ഡേറ്റിങ്ങിന് പോകുന്നത് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുന്ന വിൻസിനാണെങ്കിൽ ആ ബ്രയാനോടുള്ള ദേഷ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മൾ നേരത്തെ കണ്ട ഹെക്ടറും ടീമും കൂടെ ഇപ്പൊ ഹാരിയുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ കൗണ്ടറിൽ നിൽക്കുന്നത് ബ്രയാനാണ്. ഹെക്ടർ വന്ന ഉടനെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 കാറുകളുണ്ട്, അതിലേക്ക് കുറച്ച് ഫിറ്റിംഗ്സ് വേണം, അതിന്റെ ലിസ്റ്റ് ഞാൻ തരാം, ആ കാര്യങ്ങളൊക്കെ നീ വേണം റെഡിയാക്കി തരാൻ എന്നാണ് ഹെക്ടർ ബ്രയാന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ ലിസ്റ്റ് മേടിച്ചതിന് ശേഷം ബ്രയാൻ ഉടനെ തന്നെ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഹെക്ടറിന്റെ കയ്യിലുള്ള 3 കാറുകളും ഹോണ്ട സിവിക് ആണ് എന്ന കാര്യം അവൻ അതിൽ നിന്നും മനസ്സിലായി. അതിന് വേണ്ട പാർട്സുകളാണ് അവനവിടെ നിന്ന് വേണ്ടത്. അതൊക്കെ കണ്ട് ബ്രയാൻ ആണെങ്കിൽ ശരിക്കും സംശയിച്ച് നിൽക്കുകയാണ്. ഇനി ഒമാരാണോ ആ ട്രക്ക് കൊള്ളയടിച്ചത് എന്നാണ് അവന്റെ മനസ്സിലിപ്പോ. അങ്ങനെ അന്ന് രാത്രി ആ കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രയാൻ നേരെ പോകുന്നത് ഹെക്ടറിന്റെ ഗ്യാരേജിലേക്കാണ്.
അങ്ങനെ അതിന്റെ ജനലൊക്കെ പൊട്ടിച്ചിട്ട് അവൻ നൈസായിട്ട് അതിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് ആ കാറുകളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ ടയർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ പോലീസുകാർ പറഞ്ഞ കാറുകളല്ല അത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ വേഗം തന്നെ ആ ഗ്യാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പെട്ടെന്നാണ് ആ വിൻസ് അങ്ങോട്ട് വന്നിട്ട് അവൻ അടിച്ചു വീഴ്ത്തുന്നത്. അങ്ങനെ വിൻസ് നേരെ അവനെയും കൊണ്ട് പോകുന്നത് ഡോമിന്റെ അടുത്തേക്കാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. ഇവന്റെ മട്ടും ഭാവം കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു പോലീസുകാരനാണെന്ന് എന്നൊക്കെയാണ് വിൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡോം അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. സത്യം പറ, നീ ആ ഗ്യാരേജിൽ എന്ത് ചെയ്യായിരുന്നു എന്നാണ് ഡോം ആദ്യം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നോക്ക് ഡോം, ഇതാ മരുഭൂമിയിൽ നടക്കാൻ പോകുന്ന റേസ് വാൾസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഹെക്ടർ ഇന്നലെ എന്റെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് അവന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പാർട്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അവന്റെ കയ്യിലുള്ളത് 3 കിടിലൻ ഹോണ്ട സിവിക് കാറുകളാണ്. ആ കാറുകളാണ് അവൻ ആ റേസ് വാഴ്സിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഇത്തവണയെങ്കിലും എനിക്ക് ആ റേസിൽ ജയിക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് ആ 10 സെക്കൻഡ് കാർ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നീ ഇങ്ങനെ ഓരോരോ ഗ്യാരേജിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പരിശോധിക്കാൻ പോവാണോ എല്ലാവരും ഏത് പാർട്സുകളാണ് കാറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എന്നാണ് ഡോം തിരിച്ചു ചോദിക്കുന്നത്. അതെ ഡോം, എന്ത് കാണിച്ചിട്ടാണെങ്കിലും എനിക്ക് ഈ റേസിൽ ജയിച്ചേ പറ്റൂ എന്നാണ് ബ്രയാൻ പറയുന്നത്. അവൻ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമെങ്കിലും വിൻസ് ആണെങ്കിൽ ഇവനൊരു പോലീസുകാരനാണ് എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡോം ഇവിടെ ബ്രയാനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഡോം വിൻസിനെയും ബ്രയാനെയും കൂട്ടി നേരെ പോകുന്നത് ആ ജോണിയുടെ ഗാരേജിലേക്കാണ്. അവിടെ ഒരു കിടിലൻ കാർ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എഞ്ചിൻ ഇല്ലായിരുന്നു. അത് കാണുമ്പോൾ എഞ്ചിൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർ ഈ റേസ് നടത്താൻ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഡോമിന്റെ ഡൗട്ട്. അത് കേൾക്കുമ്പോൾ അതൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല, അമ്മര് ചതിയന്മാരാണ്, എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നാണ് വിൻസ് അതിന് മറുപടി പറയുന്നത്. എന്നാൽ ഈ സമയം ബ്രയാൻ ആണെങ്കിൽ ആ ഗ്യാരേജിന്റെ മറ്റു ഭാഗങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അവൻ നോക്കുമ്പോൾ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ജോണിയും ടീമുമാണ് ആ ട്രക്ക് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവരവിടേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ജോണിയും ടീമും അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഡോമും ടീമും അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ടെഡ് എന്ന് പറയുന്ന ഒരാളെയും പൊക്കിക്കൊണ്ടാണ് അവർ ആ ഗ്യാരേജിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. ആ കാറിനകത്ത് ആ എഞ്ചിനുകൾ ഇല്ലാത്തതിന്റെ കാരണം ഈ ടെഡ് ആണ്. അത് എവിടേക്കാണ് നീ മാറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ ടെഡിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അയാൾ പറയുന്നത് അതൊക്കെ എന്റെ വെയർ ഹൗസിലുണ്ട് എന്നാണ്. അങ്ങനെ എഞ്ചിൻ എവിടെയാണുള്ളത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ജോണിയും ടീമും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രയാൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബ്രയാൻ നേരെ പോകുന്നത് പോലീസുകാരെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവൻ അവിടെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ആ ജോണിക്ക് നേരെ പോകണ്ട, കുറച്ചും കൂടെ തെളിവുകൾ കിട്ടട്ടെ എന്നാണ് ബ്രയാൻ അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്താണ് ആ ടേണർ ചില കാര്യങ്ങളൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്നത്. അത് നേരത്തെ ഡോം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ അയാളുടെ ഫോട്ടോ ആയിരുന്നു. അയാളുടെ മുഖമൊക്കെ ഒരു സ്പാനർ വെച്ചിട്ട് നല്ല രീതിയിൽ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഡോം ഡേഞ്ചറസ് ആണെന്നല്ലേ. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. എന്തായാലും കുറച്ചുകൂടെയൊക്കെ തെളിവുകൾ ഞാൻ ഉണ്ടാക്കട്ടെ, എന്നിട്ട് മതി നമ്മുടെ ബാക്കിയുള്ള തീരുമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ ഡോമിന് ബ്രയാനെ ശരിക്കും അങ്ങോട്ട് വിശ്വാസമായിട്ടുണ്ട്. ഇപ്പൊ ഡോം ബ്രയാനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു സീക്രട്ട് അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഡോമിന്റെ അച്ഛന്റെ കാറായിരുന്നു. ഒരു 97 മോഡൽ ഡോഡ്ജ് ചാർജർ ആയിരുന്നത്. ആ കാർ ട്രാക്കിൽ ഓടിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിലാണ് അവന്റെ അച്ഛൻ കൊല്ലപ്പെട്ടത്. ആ അപകടത്തിന് കാരണക്കാരൻ കെന്നി എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു. പക്ഷെ അവന്റെ കാർ ഇടിച്ചിട്ടല്ല അച്ഛന്റെ കാർ പൊട്ടിത്തെറിച്ചത് എന്നാണ് അവൻ വാദിച്ചത്. അതിനെ തുടർന്നുണ്ടായ ദേഷ്യത്തിലാണ് ഡോം അവന്റെ മുഖത്ത് സ്പാനർ കൊണ്ട് ഇടിച്ചത്. അതിന്റെ പേരിൽ ഈ ഡോമിനെ എന്നേക്കുമായിട്ട് ട്രാക്കിൽ നിന്ന് ബാൻ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോം ബ്രയാന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് അവൻ. അങ്ങനെ സമയം രാത്രിയായി. ബ്രയാൻ ഇപ്പൊ മിയയും കൊണ്ട് ആ ഡേറ്റിങ്ങിന് വന്നിരിക്കുകയാണ്. ഒരു റെസ്റ്റോറന്റിലാണ് അവരിയ്ക്കുന്നത്. ഈ ഒരു സമയത്ത് ബ്രയാന്റെ കൂടെയുള്ള ആളുകൾ എങ്ങനെയാണെന്ന് അറിയാൻ അവരെ കുറിച്ചിട്ടാണ് ബ്രയാൻ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ സംസാരത്തിൽ നിന്നും വളരെ ചെറുപ്പം മുതലേ ഡോമിന്റെ കൂടെ കൂടിയതാണ് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. അവർ വീട്ടിലേക്ക് പോകുന്ന വഴി മിയയാണ് കാർ ഓടിക്കുന്നത്. അതിൽ നിന്നും മിയയും വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ കുറെ സമയങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ആ 3 സിവിക് കാറുകൾ വീണ്ടും ഒരു ട്രക്കിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കുറച്ച് സമയത്തിന് ശേഷം ബ്രയാൻ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. അവൻ മിയയുമായിട്ട് അവന്റെ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈജാക്കേഴ്സ് വീണ്ടും ഒരു ട്രക്ക് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ജോണിയും ടീമിനെ അറസ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് പോലീസുകാരെ പറയുന്നത്. വീണ്ടും അവരൊരു ട്രക്കിനെ കൂടെ ഹൈജാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ബ്രയാൻ ആണെങ്കിൽ ഓക്കെ പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം മേയും കേൾക്കുന്നുണ്ട്. ആരാണ് ഫോണിൽ വിളിച്ചത് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് റോങ് നമ്പർ ആയിരുന്നു എന്നൊരു മറുപടിയാണ് ബ്രയാൻ അവൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാരെല്ലാം ജോണിയുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. ജോണിയും അവന്റെ കുടുംബാംഗങ്ങളും ചേർന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് ആ പോലീസുകാരെ വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ആ അറസ്റ്റ് അധിക സമയത്തേക്ക് ഉണ്ടായിരുന്നില്ല. ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇപ്പോ അതിന്റെ ഇൻഫോർമേഷൻ വന്നിരിക്കുകയാണ്. അതായത് ജോണിയുടെ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും അവൻ വാങ്ങിയതാണ്. അതുകൊണ്ട് ആയുധം കൈവശം വെച്ചതിനും ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതിനുമാണ് പോലീസ് ഇപ്പൊ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ചെറിയ കുറ്റമായതുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ വന്നിട്ട് അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ആണ് ഇപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവിടുത്തെ പോലീസ് ഹെഡ് ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ്. ഇനി നിനക്ക് 36 മണിക്കൂർ ഞാൻ സമയം
സമയം തരാം, അതിനുള്ളിൽ ആ ട്രക്ക് ഹൈജാക്ക് ചെയ്തവരെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഈ പണി ഞാൻ തെറിപ്പിക്കും എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് വളരെ നിരാശയോടെയാണ് ബ്രയാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സമയത്താണ് ആ ടാനർ അങ്ങോട്ട് വരുന്നത്. നോക്കൂ ബ്രയാൻ, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ആ ഡോം തന്നെയാണ് ഇതിന്റെ പുറകിൽ. ബാക്കിയുള്ളവരെല്ലാം അവൻ സൃഷ്ടിച്ചൊരു മറ മാത്രമാണ് എന്നാണ് ടാനർ പറയുന്നത്. എന്നാൽ അയാൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഡോമാണ് ആ ട്രക്ക് ഹൈജാക്ക് ചെയ്തത് എന്ന് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഡോമും കൂട്ടരും കൂടെ ബ്രയാൻ കൊണ്ടുകൊടുത്ത കാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അവരിപ്പോ ആ കാറുമായിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോം ബ്രയാനെയും കൊണ്ട് നേരെ പോകുന്ന റെസ്റ്റോറന്റിലേക്കാണ്. ഈ സമയം ബ്രയാൻ വളരെ മൂടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ എന്താ ബ്രയാൻ നിന്റെ പ്രശ്നം? കുറച്ച് സമയമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ നിനക്ക് പറ്റിയത്? ടോം ചോദിക്കുന്നു. എനിക്കൊന്നും പറ്റിയിട്ടില്ല ഡോം, എന്റെ കയ്യിൽ കാശില്ല, അതാണ് പ്രശ്നം. ഈ വർക്ക്ഷോപ്പിൽ പണിതുകൊണ്ട് എനിക്ക് അധികം കാശൊന്നും സമ്പാദിക്കാൻ പറ്റത്തില്ല. എനിക്കും നിന്നെ പോലെ കാശുകാരനാവണം. നീ എന്തൊക്കെയോ സൈഡ് ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താന്ന് എന്നോട് കൂടെ പറഞ്ഞതാ എന്നാണ് അവൻ പറയുന്നത്. ഞാൻ എന്ത് സൈഡ് ബിസിനസ് ചെയ്യുന്നുണ്ടെന്നാണ് നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ഡോം ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ നീ എന്നെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഒരു സൈഡ് ബിസിനസ്സും ചെയ്യാതെ ഈ വർക്ക്ഷോപ്പ് പണി മാത്രം കൊണ്ട് നിന്റെ ചെലവിനുള്ള പൈസ ഒന്നും നിനക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നീ എന്നോടും കൂടെ പറ, ഞാനും നിന്റെ കൂടെ വരാം. എനിക്കും 4 കാശുണ്ടാക്കണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോ ഓക്കെ, നിന്നോട് ഞാൻ പറയാം. അതിനു മുമ്പ് നീ ആ റേസ് വാറിൽ ജയിച്ചു കാണിക്കി എന്നാണ് ഡോം പറയുന്നത്. അങ്ങനെ ആ റേസിംഗ് നടക്കുന്ന ദിവസമായി. ഒരുപാട് കാറുകൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് 2 കാറുകളാണ് ട്രാക്കിൽ ഓടുന്നത്. ബ്രയാന്റെ ടൈം ആയിട്ടില്ല. എന്നാൽ അവൻ അങ്ങോട്ട് വരുമ്പോഴാണ് ജെസ്സിയും കൂടെ ആ റേസിംഗിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം ബ്രയാന് മനസ്സിലാവുന്നത്. ജെസ്സിയുടെ കയ്യിൽ കാശൊന്നുമില്ല. പകരം അവൻ ഓടിക്കുന്ന അവന്റെ അച്ഛന്റെ കാറ് തന്നെ പണയപ്പെടുത്തിയിട്ടാണ് അവൻ ആ റേസിംഗിൽ പങ്കെടുക്കുന്നത്. അവന്റെ ഓപ്പണന്റ് ആയിട്ട് കൂടെ ഉള്ളതോ ജോണിയാണെന്നുണ്ടെങ്കിൽ $1,00,000 പണിയാണ് അവന്റെ കാറിന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ഈ റേസിംഗിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജെസ്സിക്ക് ജയിക്കാൻ പറ്റത്തില്ല. അവന്റെ കാറ് പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നീ ഈ റേസിൽ പങ്കെടുക്കരുത് എന്നാണ് ബ്രയാൻ ഇപ്പൊ ജെസ്സിയുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ജെസ്സി അതിന് സമ്മതിക്കുന്നില്ല. എന്ത് വന്നാലും ഈ റേസിംഗിൽ ഞാൻ പങ്കെടുക്കും എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. അങ്ങനെ ജെസ്സിയും ജോണിയും തമ്മിലുള്ള റേസിംഗ് ആരംഭിച്ചു. കുറച്ച് സമയം ഓടുമ്പോൾ തന്നെ ജോണിയെ ജയിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ജെസ്സിക്ക് മനസ്സിലായി. പക്ഷെ അവന്റെ കാറ് വിട്ടുകൊടുക്കാൻ അവനൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റേസിംഗ് നടക്കുന്ന വഴിക്ക് അവൻ വണ്ടി തിരിച്ചിട്ട് വേറെ വഴിക്ക് പോവാണ്. ഇതെല്ലാം ഡോമും കാണുന്നുണ്ട്. അവൻ റേസിംഗ് നടക്കുന്ന സമയത്ത് തിരിച്ചു പോയത് കൊണ്ട് തന്നെ അത് ജോണിയെ ചൊടിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് ഡോം. ഈ സമയത്താണ് അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ജോണി അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൻ എവിടെ പോയാലും വേണ്ടിയില്ല, അവന്റെ കാർ എന്റേതാണ്, അതെനിക്ക് കിട്ടണം എന്നാണ് ജോണി ഡോമിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിനക്ക് അവന്റെ കാർ വേണമെങ്കിൽ നിനക്ക് പോയി മേടിക്കാം എന്നാണ് അവൻ പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ ജോണിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നീയൊക്കെ കാരണമാണ് എന്റെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ആണ് എന്നെ ഒറ്റിയത് എന്ന കാര്യം എനിക്കറിയാം. അതാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നത്തോടെ അവന്റെ പണി തീരും എന്നാണ് ജോണി അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അത് ഡോമിന് ഇഷ്ടപ്പെട്ടില്ല. ഡോം ആണെങ്കിൽ അവന്റെ മൂന്തക്കിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന ബാക്കിയുള്ളവരാണെങ്കിൽ വേഗം തന്നെ അവരെ പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവിടെ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ബ്രയാൻ മേയെ അന്വേഷിച്ചിട്ട് അവളുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ബ്രയാൻ നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ഡോമും കൂട്ടരും മേയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവാണ് എന്നൊക്കെയാണ് ഡോം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന്. ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പണിക്ക് പോകരുത് എന്നൊക്കെയാണ് മിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കേൾക്കാതെ ഡോം ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ ബ്രയാനും കാണുന്നുണ്ട്. ഇതിൽ നിന്നും ആ ട്രക്കിന്റെ പുറകിലാണ് അവർ പോയിരിക്കുന്നത് എന്ന കാര്യം ബ്രയാന് മനസ്സിലായി. അവൻ ഉടനെ തന്നെ മിയയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എന്തൊക്കെ ചോദിച്ചിട്ടും ആ ട്രക്കിന്റെ കാര്യം മാത്രം മിയ അവന്റെ അടുത്ത് പറയുന്നില്ല. അത് കാണുമ്പോൾ അവൻ അവളുടെ അടുത്ത് സത്യം തുറന്നു പറയാണ്. നോക്കൂ മിയ, ഞാനൊരു പോലീസ് ഓഫീസറാണ് എന്നാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത്. അവനൊരു പോലീസ് ഓഫീസർ ആണെന്ന് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അവൻ അവളെ ചതിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനെ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിക്ക് മിയ, നീ പോവരുത്. ഞാൻ നിന്നോട് കളവ് പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നിന്നോട് കാണിച്ച ഇഷ്ടം അത് യഥാർത്ഥ സ്നേഹം തന്നെയാണ്. അതൊക്കെ പോട്ടെ, ഇപ്പൊ അതൊന്നും സംസാരിക്കാൻ നമുക്ക് സമയമില്ല. നിന്റെ ചേട്ടന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവനിപ്പോൾ ആ ട്രക്ക് പിടിക്കാനാണ് പോയിരിക്കുന്നത് എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ആ ട്രക്കുകാർ മൊത്തം ഇളകിയിരിക്കുകയാണ്. ഇന്നെങ്ങാനും നിന്റെ ചേട്ടൻ ആ ട്രക്ക് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ട്രക്കുകാർ അവനെ കൊല്ലും. അതിന് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ചേട്ടന്റെ കാര്യമായതുകൊണ്ട് തന്നെ മിയ ആണെങ്കിൽ അവന്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ ബ്രയാൻ മിയയും കൂട്ടി ഡോമിന്റെ പുറകെ പോവാണ്. അവരുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ ആ സ്ഥലം സ്പോട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ സിവിക് കാറുകൾ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതെടുക്കാനാണ് ഡോമും കൂട്ടി ഇപ്പോൾ പോയിരിക്കുന്നത്. പക്ഷെ അത് എവിടെയാണ് എന്ന കാര്യം കറക്റ്റ് ആയിട്ട് മിയയ്ക്ക് അറിയത്തില്ല. ഈ സമയം ബ്രയാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് ഡോമിന്റെ നമ്പർ ചെക്ക് ചെയ്തിട്ട് അവരിപ്പോ എവിടെയാണുള്ളത് എന്നൊരു ഇൻഫർമേഷൻ തരാനാണ് ബ്രയാൻ ഇപ്പോൾ വിളിച്ചു പറയുന്നത്.
ഇതേസമയം തന്നെ ഡോമും കൂട്ടർ നേരെ പോയിരിക്കുന്നത് ആ സിവിക് കാറുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ ഈ ഓപ്പറേഷനിൽ ജെസ്സി അവരുടെ കൂടെയില്ല. സാധാരണ ജെസ്സിയാണ് ഡോമിന്റെ കൂടെ വണ്ടിയിലിരിക്കാറ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ എന്തൊരു പന്തികേടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മേയും അവരോട് പറഞ്ഞതാണ് ഈ പരിപാടിക്ക് പോകരുതെന്ന്. എന്നാൽ ഡോം പറയുന്നത് എന്തായാലും ഇന്ന് ഈ പരിപാടി തീർത്തേ പറ്റുമെന്നാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ കാറുകളുമായിട്ട് ആ ട്രക്കിനെയും തേടി പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ബ്രയാനും അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവരിപ്പോ ഡോമും കൂട്ടരും നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 40 മൈൽ ദൂരെയാണ്. അങ്ങനെ വേഗം തന്നെ ബ്രയാൻ ഡോമിന്റെ അടുത്തേക്ക് വണ്ടി വിടാൻ തുടങ്ങി. അങ്ങനെ സമയം രാവിലെയായി. സിവിക് കാറുകൾ ഇപ്പോ ആ ട്രക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ പഴയതുപോലെ തന്നെ അവർ ആ റോപ്പ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ റോപ്പ് ഷൂട്ട് ചെയ്യുന്നത് വിൻസ് ആണ്. എന്നിട്ട് അവൻ അതുവഴി ആ ട്രക്കിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ അവരുടെ പ്ലാനുകളെല്ലാം തെറ്റി. ഈ ഹൈജാക്കിംഗ് അവർ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ തോക്കുമായിട്ടാണ് ആ ട്രക്ക് ഡ്രൈവർ ഇരിക്കുന്നത്. അയാൾ ഉടനെ തന്നെ വിൻസിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ വിൻസിന്റെ കയ്യിലാണെങ്കിൽ ആ റോപ്പ് കുടുങ്ങിയിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് ഇറങ്ങാനും സാധിക്കുന്നില്ല. ഡോമാണെന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ട്രക്ക് ഡ്രൈവർ ആണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ഈ കലാപരിപാടി നടക്കുന്നുണ്ട്. വിൻസിന്റെ കയ്യിൽ ആ റോപ്പ് കുടുങ്ങിയത് കാരണം അവൻ അവിടെ നിന്ന് ആ കാറിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ ലെറ്റിയാണെങ്കിൽ അവളുടെ കാറുമായിട്ട് ആ ട്രക്കിന്റെ മുന്നിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ട്രക്ക് ലെറ്റിയുടെ കാറിനിട്ട് ഒരു ഇടി കൊടുക്കുന്നത്. അതോടൊപ്പം അവളുടെ കാർ തെറിച്ചു പോവുകയും ചെയ്യുന്നു. അത് കാണുന്ന ലിയോൺ ആണെങ്കിൽ ഡോമിന്റെ നിർദ്ദേശപ്രകാരം ലെറ്റിയെ രക്ഷിക്കാൻ വേണ്ടി വണ്ടി തിരിക്കുകയാണ്. അവൻ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ബ്രയാനും മേയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഈ സമയവും ആ ട്രക്ക് ഡ്രൈവർ ആണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വെടി ഡോമിന്റെ കാറിന് കൊള്ളുന്നുണ്ട്. ഈ സമയത്താണ് ബ്രയാൻ അങ്ങോട്ട് വരുന്നത്. അവൻ ഉടനെ തന്നെ മിയെ സ്റ്റിയറിംഗ് ഏൽപ്പിച്ചിട്ട് വിൻസിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രയാൻ ആ ട്രക്കിലേക്ക് ചാടി കയറാണ്. അതിനുശേഷം വിൻസിനെ പിടിച്ചിട്ട് അവൻ വന്ന കാറിന്റെ അകത്തേക്ക് കയറ്റുന്നു. അങ്ങനെ കഷ്ടിച്ചാണ് ബ്രയാനും മേയും കൂടെ വിൻസിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഡോമും കൂട്ടരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവര് നോക്കുമ്പോൾ വിൻസിന് വെടി കൊണ്ടിട്ടുണ്ട്. ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അവൻ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവൻ മരിക്കും എന്ന കാര്യം ബ്രയാൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവന്റെ ഫോൺ എടുത്തിട്ട് ആംബുലൻസിന് വിളിക്കുകയാണ്. ഈ സമയത്താണ് അവൻ പോലീസുകാരനാണ് എന്ന കാര്യം ഡോമും തിരിച്ചറിയുന്നത്. അങ്ങനെ ബ്രയാൻ വിളിച്ചതിനെ തുറന്നിട്ട് ഒരു ഹെലികോപ്റ്ററാണ് വിൻസിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ വിൻസിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഡോം ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൻ ബാക്കിയുള്ളവരെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ബ്രയാൻ ഉടനെ തന്നെ അവന്റെ വണ്ടി എടുത്തിട്ട് ഡോമിന്റെ ഗാരേജിലേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും അവൻ അവന്റെ ഡോഡ്ജ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഒരു തോക്കും കയ്യിലെടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് ബ്രയാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നെ തടയാൻ ശ്രമിക്കരുത്. നമ്മുടെ ജെസ്സിയുടെ ജീവൻ ഇപ്പൊ അപകടത്തിലാണ്. ആ ജോണി ഉറപ്പായിട്ടും അവനെ കൊല്ലും. അതിനു മുമ്പ് എനിക്ക് അവരെ തടഞ്ഞേ പറ്റൂ എന്നാണ് ഡോം പറയുന്നത്. എന്നാൽ ബ്രയാൻ ആണെങ്കിൽ അവനെ അവിടെ നിന്ന് പോവാൻ സമ്മതിക്കുന്നില്ല. ഈ സമയത്താണ് ജെസ്സി അവന്റെ കാറുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്ക് ഡോം, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയയും കിട്ടുന്നില്ല. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ആ റേസിംഗ് നടക്കുന്നിടത്ത് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജോണിയും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഡോം അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ജെസ്സി ആണെങ്കിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഈ സമയം ബ്രയാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവന്റെ കാറും എടുത്തിട്ട് ജോണിയുടെ പുറകെ പോവാണ്. ഡോമും വെറുതെ ഇരിക്കുന്നില്ല. അവനും അവന്റെ ഡോഡ്ജ് എടുത്തിട്ട് അവന്മാരുടെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഒരു ഗംഭീര ചേസിംഗ് ആണ് നടക്കുന്നത്. അതിനിടയിലാണ് ഡോം അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ജോണിയുടെ അനിയന്റെ ബൈക്കിനിട്ടൊരു ഇടി കൊടുക്കുകയാണ്. അതോടൊപ്പം അവൻ തെറിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവന്റെ പണി തീർന്നു. ഈ സമയം ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ആ ജോണിയുടെ പുറകിലാണ്. കുറെ നേരത്തെ ചേസിംഗിന് ശേഷം ബ്രയാൻ ജോണിയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. അവൻ ചെന്ന് നോക്കുമ്പോൾ ജോണി മരിച്ചിട്ടില്ല. ഈ സമയത്താണ് ഡോം അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളോട് ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ബ്രയാൻ നേരെ ഡോമിന്റെ പുറകെ പോവാണ്. അങ്ങനെ കുറെ ദൂരം പോയിട്ട് അവരിപ്പോ ഒരു ട്രാഫിക് സിഗ്നലിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ സമയം ഡോം ബ്രയാന്റെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. ഇവിടുന്ന് ഒരു 1/4 മൈൽ കഴിഞ്ഞാൽ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതിലിപ്പോ ഒരു ട്രെയിൻ പാസ് ചെയ്തിട്ട് പോകും. ആദ്യം ആരാണ് ആ ട്രാക്ക് കടന്നു പോകുന്നത് എന്നൊന്ന് നമുക്ക് പരീക്ഷിക്കാം എന്നാണ് ഡോം പറയുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ റേസിംഗ് ആരംഭിച്ചു. അങ്ങനെ രണ്ടുപേരും ആ ട്രെയിൻ പാസ് ചെയ്തിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആ റെയിൽവേ പാളം ക്രോസ് ചെയ്തു. പെട്ടെന്നാണ് ഡോമിന്റെ വണ്ടി ഒരു ട്രക്കിൽ തട്ടി തെറിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ ആ വണ്ടി തകർന്നു പോവുകയും ചെയ്യുന്നു. പക്ഷെ ബ്രയാൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഡോമിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. ഡോമിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യും എന്ന കാര്യം ബ്രയാൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്രയാൻ അവന്റെ കാറിന്റെ കീ എടുത്തിട്ട് ഡോമിന് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത് എന്ന് നിനക്ക് നല്ല ബോധമുണ്ടല്ലോ എന്നാണ് ഡോം ചോദിക്കുന്നത്. നല്ല ബോധമുണ്ട് ഡോം, പക്ഷെ നിനക്ക് ഞാൻ ഒരു 10 സെക്കൻഡ് കാർ തരാനില്ലേ, ഇതാണ് ആ കാർ, ഇതുകൊണ്ട് നീ പോവാൻ നോക്ക് എന്നാണ് ബ്രയാൻ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോം അവന്റെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അവൻ പോകുന്നതെന്ന് നോക്കിയതിനു ശേഷം ബ്രയാൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്നു.
അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് മെക്സിക്കോ ആണ്. ഡോം ഇപ്പോൾ ഒരു 97 മോഡൽ ഷെവർലെ ഷവലുമായിട്ട് അവന്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.